വെൽക്കം ബാക്ക് ടു മെൻ്റൽ ഹെൽത്ത് സ്പെക്ട്രം. ഞാൻ ഡോക്ടർ ജെറോം. ADHD ഉള്ളവരിൽ കാണുന്ന ചില പെരുമാറ്റ പ്രവർത്തന പ്രതിസന്ധികളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ഇതിനെ എക്സിക്യൂട്ടീവ് ഡിസ്ഫങ്ഷൻ എന്ന് പറയും. അതായത് തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും ചിട്ടയോടെ ക്രമമായി ഉത്തരവാദിത്വത്തോടെ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണിത്. ADHD ഉള്ളവരിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാം. എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ബ്രെയിനിൻ്റെ മാനസിക നിയന്ത്രണ സംവിധാനങ്ങളാണ്. ഉദാഹരണത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഒരു പദ്ധതി ഉണ്ടാക്കുക, ഒരു പ്ലാനിങ്, ചെയ്യുന്ന ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക, ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തിയാക്കുക, സമയനിയന്ത്രണം അല്ലെങ്കിൽ സമയനിഷ്കർഷ, സ്വയം നിയന്ത്രണം, ഇവയൊക്കെയാണ് മസ്തിഷ്കത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ്. ഇവയിൽ പാളിച്ചയുണ്ടാകുമ്പോഴാണ് എക്സിക്യൂട്ടീവ് ഡിസ്ഫങ്ഷൻ എന്ന അവസ്ഥയുണ്ടാകുന്നത്. മനസ്സിൽ കാര്യങ്ങൾ അറിയാം, എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരവസ്ഥയാണിത്. ADHD ഉള്ള കുട്ടികളുടെ പഠനത്തെയും മുതിർന്നവരിൽ ജോലിയെയും ഇത് ദോഷമായി ബാധിക്കാം. മസ്തിഷ്കത്തിൻ്റെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഭാഗമാണ് ഈ എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് നിയന്ത്രിക്കുന്നത്. ഡോപ്പമിൻ, നോറെപ്പിനെഫ്രിൻ തുടങ്ങിയ മസ്തിഷ്ക രാസപദാർത്ഥങ്ങളുടെ തുലന വ്യതിയാനം കൊണ്ടാണ്, അതായത് ബാലൻസ് നഷ്ടപ്പെടുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഇത് ചികിത്സിക്കാനാവും. സൈക്യാട്രിസ്റ്റിൻ്റെ നിർദ്ദേശത്തോടെ തെറാപ്പിയും മരുന്നും ഫലം ചെയ്യും. പഠനവും ജോലിയും മെച്ചപ്പെടും. താങ്ക് യു ഫോർ ലിസണിങ്. Please subscribe and share.